ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാവ നമ്മുടെ വക്കീൽ സുമിത്രയെ കാണാനായിട്ട് പോണു. സുമിത്രയെ കാണാനായിട്ട് പോകുന്ന സമയത്ത് ഭാര്യയെ കൊണ്ട് രഞ്ജിത വക്കീലിനെ വിളിപ്പിക്കുക. ഈ സമയത്ത് വക്കീൽ അറിയുന്നില്ല വീട്ടിൽ രഞ്ജിതയുണ്ടെന്നുള്ള കാര്യം. രഞ്ജിതയാണെങ്കിലോ ഭാര്യയെ കൊണ്ട് ഫോൺ ലൗഡ് സ്പീക്കറിലിട്ടൊക്കെയാണ് വിളിപ്പിക്കുന്നത്. സുമിത്രയെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും രഞ്ജിത രംഗപ്രവേശനം ചെയ്തു. അത് വക്കീൽ സുമിത്രയെ കാണാൻ പോവണ്ട, വക്കീൽ ഇങ്ങോട്ട് വന്നാൽ മതി, എനിക്ക് വക്കീലിനെ അത്യാവശ്യമായിട്ട് കാണണം എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോഴാ പാവം വക്കീലിന് പണി കിട്ടി എന്നുള്ളത് മനസ്സിലായത്. അങ്ങനെ വക്കീലിനെ ഭീഷണിപ്പെടുത്തുവാണ് രഞ്ജിത. എനിക്ക് ഇപ്പോൾ തന്നെ വക്കീലിനെ അത്യാവശ്യമായിട്ട് കാണണം, എവിടെയാണെങ്കിലും വക്കീൽ ഇങ്ങോട്ട് വരണം എന്നും പറഞ്ഞുകൊണ്ട്. ഇല്ലെങ്കിൽ വക്കീൽ വിവരം അറിയും. ഞാനിപ്പോൾ നിൽക്കുന്നതേ വക്കീലിൻ്റെ വീട്ടിലാണ്, അത് വക്കീൽ മറന്നു പോകരുത്. കാരണം വക്കീലിന് നഷ്ടപ്പെടാനായിട്ട് ഒത്തിരി ഉണ്ട്, മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ രഞ്ജിത, പ്ലീസ് ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞു. അങ്ങനെ വേണം, അങ്ങനെ മര്യാദയ്ക്ക് നേർവഴിക്ക് വാ, ഇങ്ങ് വേഗം വാ, ഞാനും അതുപോലെ തന്നെ അരവിന്ദേട്ടനും ഇവിടെ വെയിറ്റ് ചെയ്യാണ്, പെട്ടെന്ന് ഇവിടെ വരണം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഈ രഞ്ജിത ഫോണിലൂടെ പറയണു. അങ്ങനെ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വക്കീൽ സാറിന് ആകെ ടെൻഷനായി. വക്കീൽ പറഞ്ഞ സ്ഥലത്ത് സുമിത്ര വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളായി. ഈ സമയത്ത് സരസ്വതി അമ്മയും സുമിത്രയെ ഫോളോ ചെയ്തിരുന്നു. സുമിത്ര അവിടെ ചെന്ന് നിന്നപ്പോൾ തൊട്ട് ഈ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്ന, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്ന അതവിടെ ചെന്ന് നിന്നു. വക്കീൽ സുമിത്രയെ കാണാൻ വരുന്നുണ്ടോ, അപ്പോൾ ഇവർ തമ്മിൽ എന്താ സംസാരിക്കുന്നത്, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ആശാത്തി അവിടെ വന്ന് ഇങ്ങനെ നിന്നത്. എന്തായാലും കുറേ നേരം സുമിത്ര അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. പക്ഷേ വക്കീൽ വരുന്നില്ല. സുമിത്രയ്ക്കാണ് ടെൻഷനായി തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വക്കീലിനെ സുമിത്ര അങ്ങോട്ടേക്ക് വിളിച്ചപ്പോൾ കോളും കിട്ടുന്നില്ല. അപ്പോൾ വക്കീൽ തന്നെ പറ്റിച്ചതാണോ എന്നൊക്കെ ഇങ്ങനെ സുമിത്ര അവിടെ നിന്ന് ആലോചിക്കുക. കുറേ നേരം സുമിത്രയെ നോക്കി നിന്നിട്ടും സുമിത്രയെ കാണാനായിട്ട് ആരും വരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വക്കീൽ വരില്ലായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ സുമിത്ര വീട്ടിലെത്തുന്നതിന് മുൻപ് വീട്ടിലേക്ക് എത്താനായിട്ട് സരസ്വതി അമ്മ വീട്ടിലേക്ക് പായുന്നു. സുമിത്രയാണെങ്കിൽ അവിടെ നിന്ന് തന്നെ പിന്നെയും വക്കീലിനെ വിളിക്കുക. അപ്പോൾ വക്കീൽ കോൾ എടുക്കണില്ല. വക്കീൽ തന്നെ ചതിച്ചു എന്ന് തന്നെയാണ് സുമിത്ര വിചാരിച്ചിരിക്കുന്നത്. കുറേ നേരം സുമിത്ര അവിടെ അങ്ങനെ നിന്നു. പിന്നെ സുമിത്ര എന്ത് ചെയ്തു, സുമിത്രയുടെ വക്കീലിൻ്റെ വൈഫിനെ വിളിക്കാനായിട്ട് സുമിത്ര ഇങ്ങനെ നോക്കും. അപ്പോൾ വൈഫിൻ്റെ നമ്പരും കാര്യങ്ങളൊന്നും കയ്യിലില്ലല്ലോ. അങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ സുമിത്ര വല്ലാത്തൊരു ഇതിൽ നിൽക്കുക കേട്ടോ. എന്തായാലും ഇതേ സമയത്ത് നമ്മുടെ പൂജ ഫയലുമായിട്ട് ഈ പങ്കജിൻ്റെ അരികിൽ ചെന്നു. അപ്പോൾ അവിടെ അച്ഛനും അമ്മയും ഇല്ലാത്തത് കൊണ്ട് പങ്കജ് ഇന്ന് അറിഞ്ഞങ്ങ് വിളയാടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതും പൂജയുടെ മുന്നിൽ. അതുമാത്രമല്ല, അപ്പുവിൻ്റെ മുന്നിൽ പൂജയും പങ്കജും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്നുള്ളത് കാണിക്കണം. അതിനും കൂടെ വേണ്ടിയിട്ടാണ് ആശം പണിപ്പെടുന്നത്. എന്തായാലും പൂജ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫയലുവിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഫയലിങ്ങനെ പങ്കജിനെ ഏൽപ്പിച്ചപ്പോൾ, അയ്യോ പൂജ, അമ്മയും അച്ഛനും ഇവിടെ ഇല്ലല്ലോ, അപ്പോൾ പിന്നെ എന്താ ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അത് പിന്നെ ഇത് പങ്കജ് പിടിച്ചോ, എന്നിട്ട് മേഡം വരുമ്പോൾ കൊടുത്താൽ മതിയെന്നും പറഞ്ഞ് പൂജ അങ്ങ് കയ്യിലേക്ക് കൊടുത്തു. അങ്ങനെ പൂജ അത് കൊടുത്തിട്ട്, എനിക്കൊന്ന് വാഷ്റൂം വരെ പോകണമായിരുന്നു എന്ന് പറഞ്ഞു. ശരി, അപ്പുറം ഉണ്ട്, നീ പൊക്കോളാൻ പറഞ്ഞുകൊണ്ട് പങ്കജ് പൂജയെ അങ്ങ് പറഞ്ഞു വിട്ടു. എടി പൊന്നുമോളെ, നിന്നെ ഞാൻ എൻ്റെ കൈപ്പിടിയിലാക്കിയില്ലെങ്കിൽ നീ നോക്കിക്കോളാനൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കഷ്ടകാലത്തിന് അപ്പുവിൻ്റെ ഫോണ് നമ്മുടെ പൂജയുടെ നമ്പറിലേക്ക് വന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇത് പറ്റിയ സമയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പങ്കജ് ചാടി ഈ ഫോൺ എടുക്കുക. അപ്പോൾ പൂജയുടെ നമ്പറിലേക്ക് വിളിച്ചു. പങ്കജ് കോൾ എടുത്തു. പെട്ടെന്ന് അപ്പു ഒന്നും ഞെട്ടി. ഹലോ, നീ എങ്ങനെയാടാ പൂജയുടെ ഫോൺ എടുത്തതെന്ന് ചോദിച്ചു നമ്മുടെ അപ്പു. നീ അതിനെ ചൂടാകുന്നത് എന്തിനാ? ഇവിടെ എൻ്റെ വീട്ടിൽ അവളുണ്ട്, ഞാനും അവളും മാത്രമേ ഉള്ളൂ. അവളിപ്പോൾ ജസ്റ്റ് വാഷ്റൂമിലേക്കൊന്ന് പോയതാ, അതുകൊണ്ടാട്ടോ ഞാൻ അവളുടെ ഫോൺ എടുത്തതെന്ന് പറഞ്ഞു. അവൾ എവിടെ പോയാലും അവളുടെ ഫോൺ എടുക്കാൻ നിനക്കാരും അധികാരം തന്നെന്ന് ചോദിച്ചപ്പോൾ പൂജയുടെ ഫോൺ എടുക്കാൻ എനിക്ക് പ്രത്യേകിച്ച് ആരുടെയെങ്കിലും അനുവാദം വേണോ അപ്പു? നീ എന്താ ഈ പറയുന്നത്? ഇപ്പോഴാണെങ്കിലേ ഞാനും അവളും മാത്രമേ ഇവിടെ ഉള്ളൂ. എനിക്ക് അവളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അവൾക്കും എന്നോട് സംസാരിക്കാനുണ്ടായിരിക്കും. ദയവ് ചെയ്ത് അതിൻ്റെ ഇടയിലേക്ക് ഫോൺ കോളായിട്ടും ഇതായിട്ട് നീ ശല്യത്തിന് വരരുത്. ഞങ്ങൾക്കിടയിലേക്ക് സ്വർഗത്തിലെ കട്ടുറുമ്പായിട്ട് നീ വരരുത് എന്നാ പറഞ്ഞത്, മനസ്സിലായോ എന്നൊക്കെ ചോദിച്ചു. അപ്പം അത് കേട്ടപ്പോൾ തൊട്ട് അപ്പുവിന് ടെൻഷനായി തുടങ്ങി. കാരണം പങ്കജെന്ന് പറയുന്നവന് ഒരു നേരും നിറയില്ലാത്തവനാണെന്നുള്ള കാര്യം അപ്പുവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അപ്പു ആകെ ടെൻഷനായി. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകേണ്ടി വന്നാൽ പോലും അപ്പു പോകാൻ പോലും തയ്യാറെടുക്കും. കാരണം പൂജയെ അവനിങ്ങനെ ഏതെങ്കിലും രീതിയിൽ ദ്രോഹിക്കുമോ എന്നൊക്കെയുള്ള ഒരു പേടി എന്തായാലും അപ്പുവിനുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു പേടിയിലും അതുപോലെ ആ ഒരു ടെൻഷനിലും അവിടുന്ന് വേഗം തന്നെ ഇറങ്ങി പോരുക. അതായത് വീട്ടിൽ നിന്ന് ഫോൺ കട്ട് ചെയ്തിട്ട്
കാരണം അവിടെ ചെന്നില്ലെങ്കിൽ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാലോ എന്നുള്ളൊരിത്. അപ്പം അങ്ങനെ ആ ഒരു ഇതിങ്ങനെ സംഭവിച്ചു. പങ്കജാണെങ്കിൽ ഇന്ന് അപ്പുവിൻ്റെ സമാധാനം മൊത്തത്തിൽ പോകും, അപ്പുവും പൂജയും തമ്മിൽ പിണങ്ങാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ പൂജ വാഷ്റൂമിൽ പോയിട്ടിങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ ഇവൻ വളരെ മാന്യനായിട്ട് തന്നെ സംസാരിച്ചു. അതെ, അപ്പു വിളിച്ചായിരുന്നു. അപ്പു വിളിച്ചപ്പോൾ ഞാനായിട്ടോ കോൾ എടുത്തത്. അവനെന്തോ ഇഷ്ടപ്പെട്ടില്ല, നമ്മൾ രണ്ടുപേരെയും അവനെന്തോ സംശയമുള്ളത് പോലെയാണെന്നൊക്കെ പറഞ്ഞു. ഏയ് അപ്പുവേട്ടനോ അങ്ങനെയൊന്നും സംശയിക്കില്ല എന്ന് പറഞ്ഞു പൂജ. അല്ല, അവൻ്റെ സംസാര രീതിയിൽ എനിക്കങ്ങനെ തോന്നി, നമ്മളെ രണ്ടുപേരെയും ചേർത്ത് അവനെന്തൊക്കെയോ സംശയമുണ്ട്, അത് 100% ഉറപ്പുള്ള കാര്യമാണെന്നൊക്കെ പറഞ്ഞു. അപ്പുവേട്ടൻ അങ്ങനെയൊക്കെ സംശയിക്കുമെന്ന് അന്നേരം പൂജ അവിടെ നിന്ന് ചിന്തിക്കാം. പിന്നെ അപ്പുവിനെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ. എപ്പോഴും നമ്മൾ ഒരുമിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ അവനതൊരു സംശയത്തിൻ്റെതായിട്ട് വരും. പണ്ടേ അപ്പൂന് ആ ഒരു ഇതുള്ളതാ എന്നൊക്കെ പറഞ്ഞ് അപ്പൂവിനെ കുറ്റപ്പെടുത്താൻ കിട്ടിയ അവസരം മാക്സിമം അങ്ങ് ഉപയോഗപ്പെടുത്തി ആശാൻ. അങ്ങനെ ഇവർ തമ്മിൽ ആ കാര്യമൊക്കെ സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പൂജ എന്നാൽ ഞാൻ ഇറങ്ങിക്കോട്ടെ പങ്കജ്, മേഡം വരുമ്പോൾ കൊടുത്താൽ മതിയെന്നും പറഞ്ഞ് പോരാൻ തുടങ്ങും. ഇവൻ എന്ത് ചെയ്താൽ പൂജയെ വിടുകയില്ല, കുറച്ച് നേരോടെ നിൽക്കാൻ പറഞ്ഞ് പിടിച്ച് നിർത്തുക. അങ്ങനെ ചായ എടുക്കാം, അതെടുക്കാം, ഇതെടുക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പൂജ പറഞ്ഞു വേണ്ട, എനിക്ക് പോകണം, എനിക്ക് പോയിട്ട് വേറെ അത്യാവശ്യം ഉള്ളതാണെന്നൊക്കെ പറഞ്ഞു. ഇവനാണെ പൂജയെ വിടാനിട്ട് കൂട്ടാക്കുന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സരസ്വതി അമ്മ ഏന്തി ഓടി വീട് വരെ എത്തുന്നത്. സുമിത്ര വരുന്നതിന് മുന്നേ എത്തണമല്ലോ. അപ്പോൾ അങ്ങനെ സുമിത്ര വരുന്നതിന് മുന്നേ വീട്ടിലേക്ക് എത്തിയ സരസ്വതിയമ്മ അങ്ങനെ ഇരിക്കുമ്പോൾ ദേ വരുന്നു നമ്മുടെ ശീതൾ അമ്മയെ കാണാനായിട്ട്. അമ്മയെ കാണാൻ വന്ന ശീതൾ വളരെ സങ്കടത്തോടു കൂടി എന്ന് വന്നിരിക്കുന്നത്, എന്തൊക്കെയോ വിഷമമുള്ളതുപോലെ. അങ്ങനെ വിഷമിച്ച് വന്ന ശീതളിനെ ഒറ്റയ്ക്ക് കിട്ടിയ തക്കമല്ലേ, ആ തക്കം നോക്കി സുമിത്രയെ ഇല്ലാത്തതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാം എന്ന് വിചാരിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ശീതളിന് കുറേ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് കൊടുത്തു കുടിക്കാനായിട്ട്. അങ്ങനെ വെള്ളമൊക്കെ കൊടുത്ത് ശീതൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ എന്താ എൻ്റെ മൂക്ക് പറ്റിയത്, എൻ്റെ മോളുടെ മുഖത്ത് ആകെ സങ്കടമാണല്ലോ. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ അച്ഛമ്മയല്ലേ, അത് മാത്രമല്ല ആ മനസ്സിൻ്റെ ഭാരം എവിടെയെങ്കിലും ഒന്ന് ഇറക്കി വെച്ചാൽ അത്രത്തോളം ആശ്വാസം കിട്ടുമല്ലോ. അപ്പം അങ്ങനെ ആ ഒരു ഇതിലിങ്ങനെയാണ് നിൽക്കുന്നത് നമ്മുടെ ശീതൾ. അപ്പോൾ ഈ സരസ്വതിയമ്മ കിള്ളി ചോദിക്കും, എന്താ നിൻ്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ നിനക്ക് സങ്കടമാണെന്ന്, എന്താ നിൻ്റെ പ്രശ്നം, എന്താ നിനക്ക് വിഷമം, എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ നീ അച്ഛമ്മയോട് പറ, എന്താ എൻ്റെ മോള് മനസ്സിൽ ഒളിപ്പിക്കുന്നത്, അച്ഛമ്മയോട് പറ എന്നും പറഞ്ഞുകൊണ്ട് ഈ ശീതളിന് സ്വൈര്യം കൊടുക്കാതെ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. ശീതളിനാണെങ്കിൽ പറയാനും പറയാതിരിക്കാനും ഒരവസ്ഥ. അങ്ങനെ നമ്മുടെ ശീതളാകെ ധർമ്മസങ്കടത്തിൽ അവിടെ അങ്ങനെ ഇരിക്കുന്നു. ശീതൾ എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സരസ്വതി അമ്മയോട് പറയും എന്നുള്ളൊരു സാഹചര്യം. പക്ഷേ സരസ്വതി അമ്മയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് അറിയാവുന്നത് കൊണ്ട് ശീതൾ എന്തായാലും ഒന്നും പറഞ്ഞില്ല. ഒന്നുമില്ല, എനിക്ക് അമ്മയെ കാണണം, അമ്മയെ കാണാത്തതിൻ്റെ സങ്കടമാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ നമ്മുടെ ശീതൾ പറഞ്ഞത് അങ്ങ് തള്ളി ഉന്തി അങ്ങ് വിട്ടു. അപ്പോൾ സരസ്വതിക്ക് മനസ്സിലായി ഇവളെന്നോട് മനഃപൂർവ്വം പറയാത്തതാണെന്നും ഇവളെന്നോട് കള്ളം പറഞ്ഞതാണെന്നും. അപ്പോൾ അങ്ങനെ ആ ഒരു സംസാരം അവിടെ നടക്കുമ്പോൾ സരസ്വതി അമ്മയ്ക്കാണെങ്കിൽ കലിപ്പ് കയറി. കാരണം ഇവളെന്നോടൊന്നും പറയുന്നില്ലല്ലോ എന്നിങ്ങനെ. എടി മോളെ, നീ അല്ല നിൻ്റെ അപ്പുറത്തിരിക്കുന്നവളാണേലും ഞാനത് നിൻ്റെ ഉള്ളിലുള്ളത് ചെകഞ്ഞെടുത്തിരിക്കും എന്നൊക്കെ പറഞ്ഞ് സരസ്വതി അമ്മ ഇങ്ങനെ അവിടെ നിന്നിട്ട് തൻ്റെ പ്രയാണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ സമയത്തും സുമിത്ര അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. എന്താ, വക്കീലിനെ കാണാനായിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ സുമിത്രയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു. കോള് വന്നത് വേറൊന്നുമല്ല, ആ വക്കീലിന് വലിയൊരു ആക്സിഡൻറ്റ് പറ്റിയെന്നും പറഞ്ഞുകൊണ്ടാണ്. അത് രഞ്ജിത ചതിച്ച ചതിയാണ്. രഞ്ജിത വിളിച്ചനുസരിച്ച് രഞ്ജിതയെ കാണാനായിട്ട് വീട്ടിലേക്ക് പോയ സമയത്ത് ആ മനുഷ്യൻ്റെ വണ്ടിയിലേക്ക് വേറൊരു വണ്ടി കൊണ്ടുവന്ന് ഇടിപ്പിച്ച് അതിനെ കൊല ചെയ്തു. അപ്പോൾ പിന്നെ ഒന്നും പറയത്തില്ലല്ലോ. അപ്പോൾ അത് അങ്ങനെ സുമിത്രയുടെ ഫോണിലേക്ക് കോള് വന്നു. ഈ സമയത്ത് പിന്നെ സുമിത്ര ഞെട്ടിപ്പോയിട്ടോ, ദൈവമേ അങ്ങനെ ഒരു ആപത്ത് അദ്ദേഹത്തിന് സംഭവിച്ചല്ലോ. പിന്നെ സുമിത്ര അവിടുന്ന് നേരെ ആ ഹോസ്പിറ്റലിലേക്ക് വെച്ച് പിടിക്കാം. ഈ സമയത്താണ് വക്കീലിൻ്റെ ഭാര്യ കരഞ്ഞ് കാറിക്കൂവി ഓടിക്കതച്ചു വരുന്നത് അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട്. അപ്പോൾ രഞ്ജിതയെല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അവൾ തടി തപ്പി അങ്ങ് പോരുക. അപ്പോൾ ഒന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നുള്ള രീതിയിലാണ് ഈ വക്കീലിൻ്റെ ഭാര്യയ്ക്കൊപ്പം അങ്ങ് പോരുന്നത്. അങ്ങനെ എന്തായാലും വക്കീലിൻ്റെ ഭാര്യ ഓടിക്കതച്ച് ഹോസ്പിറ്റലിൽ വന്നു. പിന്നാലെ അരവിന്ദനും അതുപോലെ തന്നെ രഞ്ജിതയും കൂടി വരുന്നുണ്ട്. ഇതോടി ഇങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെ സുമിത്രയെ അവിടെ കണ്ടു. പെട്ടെന്ന് സുമിത്രയ്ക്ക് മനസ്സിലായി ഇതിൻ്റെ കരച്ചിലും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ വൈഫ് എന്നുള്ള കാര്യം. അങ്ങനെ ആ ഒരു കാര്യം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സുമിത്രയ്ക്ക് അവരോട് സംസാരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ സുമിത്ര എന്നിട്ട് ആരാ എന്താ അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പോൾ എൻ്റെ ഏട്ടൻ എന്താ പറ്റിയെന്നൊക്കെ സുമിത്രയോട് ഇങ്ങനെ ചോദിക്കും കേട്ടോ പുള്ളിക്കാരി. അപ്പോൾ എന്താ പറ്റിയെന്നൊന്നും അറിയില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുമിത്ര ഇങ്ങനെ പറഞ്ഞു. അവർ ഒറ്റയൊരുത്തി ഇതിന് കാരണം എന്നിങ്ങനെ പറഞ്ഞ് ഇത് ഇങ്ങനെ കരയുക.
ആരുടെ കാര്യം ഇയാൾ പറയുന്നതെന്ന് ചോദിച്ചു. അവളെൻ്റെ വീട്ടിലേക്ക് വന്നതുകൊണ്ട് എൻ്റെ ഏട്ടൻ ഈ ആപത്ത് സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത് കരയുന്നത്. അപ്പോൾ ആരുടെ കാര്യം ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ രഞ്ജിത, അവളാണ് ഇതിനൊക്കെ കാരണം. അവളെൻ്റെ വീട്ടിലേക്ക് വന്നിട്ടാ സുമിത്രയെ കാണാൻ ഏട്ടൻ പോരുവാണെന്ന് അറിഞ്ഞതോടുകൂടി അവളാണ് ഇതൊക്കെ ഒപ്പിച്ചു വെച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രഞ്ജിതയുടെ ചതി ഏകദേശമൊക്കെ വക്കീലിൻ്റെ ഭാര്യ സുമിത്രയോട് പറയുന്നു. എന്തായാലും രഞ്ജിതയെന്ന് പറയുന്നവർക്ക് കൊലക്കയർ ഒരുങ്ങി എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ രഞ്ജിത ആവലാതി പിടിച്ച് ഇങ്ങനെ വന്നു. ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ സുമിത്രയെ അവിടെ കണ്ടു. അപ്പോൾ സുമിത്രയും വക്കീലിൻ്റെ ഭാര്യയും പരസ്പരം നിന്ന് സംസാരിക്കുന്നത് രഞ്ജിത കാണുവാണ്. അപ്പോൾ സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ നോക്കിയവളോട് ഒരിക്കലും സിമ്പതി ആയിരിക്കില്ലല്ലോ ഒരു ഭാര്യയ്ക്ക് തോന്നുന്നത്. അവളെ എങ്ങനെയൊക്കെ നശിപ്പിക്കാമോ ആ രീതിയിലൊക്കെ നശിപ്പിക്കാനല്ലേ അവർ ശ്രമിക്കൂ. ഈ വക്കീലിൻ്റെ ഭാര്യയും അതുപോലെ തന്നെ അവർക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം അവർ സുമിത്രയോട് പറഞ്ഞു കൊടുത്തു. ആ ഒരു വേദന നിറഞ്ഞ മനസ്സുകൊണ്ട് തന്നെ. ഇതൊക്കെ കണ്ടും കേട്ട് രഞ്ജിത അപ്പുറം നിൽക്കുക. കാരണം രഞ്ജിതയ്ക്ക് നിൽക്കാനേ പറ്റുള്ളൂ, വേറെ ഒന്നിനും പറ്റില്ല. രഞ്ജിതേനെ എടുത്തിട്ട് പെരുമാറും സുമിത്ര എന്നുള്ള കാര്യം അറിയാം. അപ്പോഴൊക്കെ രഞ്ജിതയ്ക്ക് നെഞ്ചെടുപ്പ് കൂടിക്കൂടി വരിക. കാരണം എന്താ, സുമിത്രയോട് ഇനി ഈ പെണ്ണുമ്പുള്ള വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇവളെന്തെങ്കിലും പറഞ്ഞിട്ട് ഇനിയിപ്പോൾ സുമിത്ര അടുത്ത പ്രശ്നമായിട്ട് വരും. ഇതൊക്കെയാണ് ടെൻഷൻ. അപ്പോൾ ഇവരുടെ വെട്ടത്തേക്ക് പോകാനായിട്ട് രഞ്ജിതയ്ക്ക് കഴിയില്ല. എന്തായാലും വക്കീലിൻ്റെ ഭാര്യ കുറേ സത്യങ്ങളൊക്കെ നമ്മുടെ സുമിത്രയോട് പറഞ്ഞു. അപ്പോൾ സുമിത്രയ്ക്ക് മനസ്സിലായി ഇത്രയും കാലം വക്കീൽ പേടിച്ചിരുന്ന ആളും അല്ലെങ്കിൽ സുമിത്രയും വക്കീലും തമ്മിൽ കാണാൻ സമ്മതിക്കാതിരുന്ന ആളും ഒരാളാണെന്ന്. അപ്പോൾ സുമിത്രയ്ക്ക് ഇനിയിപ്പോൾ കുറച്ചുകൂടി ധൈര്യം കൂടും. ഇതിൽ യഥാർത്ഥ വില്ലത്തി രഞ്ജിതയാണെന്നും രഞ്ജിത ഇതിനകത്ത് ഒരുപാട് കളികൾ കളിച്ചിട്ടുണ്ടെന്നും സുമിത്രയ്ക്ക് മനസ്സിലായി. എന്തായാലും സുമിത്ര ഇതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം വക്കീലിൻ്റെയും ഭാര്യയുടെയും കാര്യത്തിൽ കണ്ടിട്ട് ഇറങ്ങിപ്പോകാനൊന്നും നിന്നില്ല. അവർക്ക് വേണ്ടുന്ന പിന്തുണയും കാര്യങ്ങളൊക്കെ വാഗ്ദാനം ചെയ്തു. എന്ത് വന്നാലും ഞാനുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലൊക്കെയുള്ളൊരു സംസാരവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ആ ഒരു മൊത്തത്തിലൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കുമ്പോൾ രഞ്ജിതയ്ക്ക് വെപ്രാളമാണ്, എങ്ങോട്ട് ഓടണം എങ്ങോട്ട് പോകണം എന്നുള്ളൊരിത്. അങ്ങനെ അവിടെ ഈ കാര്യമൊക്കെ സംഭവിക്കുമ്പോൾ അപ്പു അവിടുന്ന് വരുന്നു നമ്മുടെ പൂജയെ തേടി. അപ്പോൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പൂജ അവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. കറക്റ്റായിട്ട് ഇവർ കാണുകയും ചെയ്തു. അപ്പം അപ്പുവിന് സമാധാനമായി. പൂജയ്ക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. കാരണം പൂജ നല്ല രീതിയിൽ ചിന്തിച്ചു, പക്ഷെ മറ്റവൻ വൃത്തികെട്ട രീതിയിലായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക. അത് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് അപ്പു പറന്നു വന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാണുക, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എന്തായാലും വക്കീലിനെ കൊലയ്ക്ക് കൊടുത്തതിൻ്റെ ആ ഒരു കലിപ്പിൽ സുമിത്രയോട് ആ ഞെട്ടിക്കുന്ന സത്യങ്ങളൊക്കെ വക്കീലിൻ്റെ ഭാര്യ തന്നെ വെളിപ്പെടുത്തി രഞ്ജിതയ്ക്ക് കൊലക്കയർ ഒരുങ്ങുകയാണ്. അപ്പോൾ സൂപ്പർ ഹിറ്റ് കഥകളുമായിട്ട് കാണാം. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.